ഫ്രീ ടൈം ട്രാവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞങ്ങൾക്ക് പറ്റിയ ചെറിയ ചില അബദ്ധങ്ങൾ അത് ഇനി ഒരാൾക്കും പറ്റരുത് എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടും നിങ്ങൾ അവിടെ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ അതും പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ യാത്രകൾ എപ്പോഴും കൂടുതലും മുൻകൂട്ടി തീരുമാനിക്കാതെ പെട്ടെന്ന് എടുക്കുന്ന യാത്രകളാണ്. അങ്ങനെ ഒരു ദിവസം മൂന്നാർ അടുത്തപ്പോൾ നമുക്ക് തോന്നിയതാണ്. കാരണം മൂന്നാർ നമ്മൾ കുറേ കണ്ടു, പ്രകൃതി ഭംഗി എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലല്ലോ. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ യാത്ര വട്ടവടയിലോട്ടായാലോ എന്ന്. ഓ ശരി, ഭയങ്കര സന്തോഷം. കുറേ നാളായ റീൽസുകളിലും വീഡിയോകളിലും കണ്ട് കൊതിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ വട്ടവടയിലോട്ട് പോകാൻ തീരുമാനിച്ചു. അതിന് മുന്നേ ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വട്ടവടയ്ക്ക് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് 6 മണി കഴിഞ്ഞാൽ കടത്തി വിടില്ല. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 6 മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് കയറ്റി വിടാം, പക്ഷെ ഇതേ റൂള് തിരിച്ചിങ്ങോട്ട് വരുന്നതിനും ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം രാത്രി ആയാൽ നിങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തേ പറ്റൂ. അപ്പം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിൻ്റെ അഡ്രസ്സോ എന്തെങ്കിലും അവിടെ ഗേറ്റിൽ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അവരുടെ ഫോൺ നമ്പരും അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ അകത്തോട്ട് കയറ്റി വിടൂ. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ 1-2 ഹോം സ്റ്റേകളൊക്കെ വിളിച്ചു. അപ്പം ചോദിച്ചു സ്റ്റേകളൊന്നുമില്ല. അപ്പം മഡ് ഹൗസും ടെൻറ്റ് ഹൗസും ഒക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. 2500 3000 റേഞ്ചാണ്. നിങ്ങൾ വന്നാൽ മതി തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് നമ്മൾ ഗേറ്റ് കടന്നു, ചെക്ക് പോസ്റ്റ് കടന്നു. ചെക്ക് പോസ്റ്റ് ഉള്ളിൽ കൂടെ കടന്നിട്ട് ഏകദേശം 5 കിലോമീറ്റർ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയാണ്. നമ്മുടെ പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിനകത്തൂടെയുള്ള. അവർ തന്നെ പ്രത്യേകം പറയും, ആരും വെളിയിൽ ഇറങ്ങരുത്, കാറ് നിർത്തരുത്, വളരെ സൂക്ഷിച്ച് വേണം അകത്തൂടെ പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ വട്ടവട എത്തി. നൈറ്റ് വട്ടവട എത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്. ശരിക്കും ഒരു പക്കാ കുഗ്രാമം. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി. ഇവിടുത്തെ ആകെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 3200ഓളം ആൾക്കാരേ ഉള്ളൂ. ഏകദേശം 900 ഫാമിലി, ഇത്ര മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ നേരത്തെ വാങ്ങിച്ച ടെൻറ്റ് ഹൗസിൻ്റെ നമ്പർ തന്ന ആളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ എത്തി. ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത്. താഴെ മണ്ണിനകത്ത് ഒരു ടെൻറ്റ് ഇങ്ങനെ വെറുതെ കെട്ടി വെച്ചിരിക്കുന്നു. ഇതാണ് അവർ പറഞ്ഞ ടെൻറ്റ് ഹൗസ്. ബാത്റൂം ഫെസിലിറ്റി ഇല്ല. ബാത്റൂം കുറേ ദൂരെ കോമൺ ആയിട്ട് കുറേ ടെൻറ്റുകൾക്ക് ഒന്നിച്ചായിട്ട്. ശരിക്കും നമുക്ക് ഫാമിലിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. കാരണം ഒന്ന് കാല് നൂത്ത് കിടക്കാൻ പോലും, പിന്നെ വിശ്വസിച്ച് താറേ കിടക്കാനും പറ്റില്ല. പാമ്പൊക്കെ വന്നാലോ നമുക്ക് പേടി വരും. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹോട്ടൽ വല്ലതും കിട്ടുമോ നോക്കട്ടെ. കാരണം അങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് കുറേ സ്ഥലത്ത് വെട്ടം കണ്ടു. അപ്പോൾ കുറേ റിസോർട്ടുകൾ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് അന്ന് രാത്രി 11:30-12 മണി വരെ നമ്മൾ ഹോട്ടലുകളെല്ലാം കയറി ഇറങ്ങി നടന്നു. ഒരിടത്തും നമുക്ക് റൂം കിട്ടിയില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ പാടുപെട്ടു. പിന്നെ ഒരിടത്ത് വളരെ ഇടുങ്ങിയ സാഹചര്യത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഒരു വലിയ പാട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, വേറൊരു ഇമ്പോർട്ടൻ്റ് കേസ്, വട്ടവടയിൽ പെട്രോൾ പമ്പ് ഇല്ല. അപ്പം നിങ്ങൾ പോകുന്നതിന് മുന്നേ മൂന്നാറിൽ നിന്ന് പെട്രോൾ അടിച്ച് കറക്റ്റ് ഫില്ലാക്കിയിട്ടേ പോകാവുള്ളൂ. പിന്നൊരു കേസ്, വണ്ടി കണ്ടീഷനാണോ എന്ന് നോക്കണം. അവിടെ സർവീസ് സെൻ്ററുകളോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ ഇല്ല. അപ്പം ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ വട്ടവട പോകുന്നതിന് മുന്നേ പറ്റുന്നെങ്കിൽ നേരത്തെ ഒരു ഹോം സ്റ്റേയോ അല്ല വേറെ ഏതെങ്കിലും ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ട് മാത്രമേ അവിടെ പോകാൻ ശ്രമിക്കാവുള്ളൂ. പിന്നെ ഒരു കേസ് ഉള്ളത്, അവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ആ ദിവസങ്ങൾ പിറ്റേന്ന് പകൽ നമ്മളവിടെ ഉണ്ടായിരുന്നു. ആകെ 2 ഹോട്ടലുകൾ റെസ്റ്റോറൻ്റാണ് നമ്മളവിടെ കണ്ടത്. വളരെ വലിയ ഹൈഫൈ ഒന്നുമല്ല, വളരെ ചെറുത്. അപ്പം നിങ്ങൾ സ്റ്റേ എവിടാണോ ബുക്ക് ചെയ്യുന്നത് അവിടെ നേരത്തെ പറഞ്ഞ് ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തന്നാൽ അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ഇത്രയൊക്കെ ബുദ്ധിമുട്ട്, ശരിക്കും നമ്മൾ ഭയങ്കര ടയേർഡായിട്ടാണ് നിന്ന്. പക്ഷേ എന്നിരുന്നാലും ഉണ്ടല്ലോ, രാവിലെ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ഭയങ്കരമാണ്. നമുക്കവിടെ ഫാമുകൾ കാണാൻ പറ്റും. വിസിറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കും. അവരുടെ ഫാമിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ രാവിലെ
അവിടെ ഫാം കാണാൻ ഇറങ്ങി. ഭയങ്കര അവിടുത്തെ ടെമ്പറേച്ചർ തന്നെ ഭയങ്കര മൈനസായി പോവും ചില സമയങ്ങളിൽ. ഭയങ്കര 4 വരെ പോകുമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് അത്രയും കിട്ടിയില്ല, പക്ഷെ ഭയങ്കര കോടയും കിട്ടി, നല്ല മഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫാമുകൾ കണ്ടു. ഈ കോളിഫ്ലവറിൻ്റെത്, സ്ട്രോബെറി ഫാമുകൾ, പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമാണ് അവിടെ കൂടുതലും. ഞാൻ ഈ ബീൻസൊക്കെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ നിന്നാണ്. നല്ല രസമായിരുന്നു അത് കാണാനേ. അവിടുത്തെ ഭൂപ്രകൃതി തന്നെ ഒരുമാതിരി തട്ട് രീതിയിലാണ് കിടക്കുന്നത്. ശരിക്കും കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ആൾക്കാരെല്ലാം കൃഷി കൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരവിടെ ജീവിക്കുന്നത് ശരിക്കും ടെൻ്റ് ഹൗസും മഡ് ഹൗസും ഒക്കെ കെട്ടിയിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ഇതവിടെ അവിടെ ഒരു ബിസിനസ് ആയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, കുറേ നമ്മളവിടെ കണ്ടിട്ട് ആ ഹോട്ടലുകളെല്ലാം ബുക്ക്ഡ് ആയിരുന്നെങ്കിൽ അത്രത്തോളം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അവിടുത്തെ ഫെസിലിറ്റികൾ ഈ കുറവാണെങ്കിലും അവിടുത്തെ കാഴ്ചകളും ആ ക്ലൈമറ്റും അതൊരു ഭയങ്കര സുന്ദരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും പോയി കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. പമ്പിൻ്റെ കേസും വർക്ക്ഷോപ്പിൻ്റെ കേസും. പ്രധാനമായിട്ട് നിങ്ങൾ അവിടുത്തെ താമസം നേരത്തെ എന്തായാലും ബുക്ക് ചെയ്തിട്ട് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. ഫുഡും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ശരിക്കും കണ്ട് എൻജോയ് ചെയ്യാനുള്ളത് വട്ടവടയിലുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അവിടെ താമസിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയറിയും. കാരണം നൈറ്റാണ് ആ ക്ലൈമറ്റ് ശരിക്കും വരെ. രാവിലെ കോട കിട്ടും. അവിടെ തന്നെ ജീപ്പ് സഫാരി കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ 1-2 സ്ഥലങ്ങളൂടെ നമുക്ക് കണ്ടിട്ട് നല്ല മനോഹരമായ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് പോയാൽ അതിമനോഹരമായ യാത്ര നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നല്ലൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ഓക്കെ.